ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞു. ഇന്നേക്ക് 12 ദിവസമായി. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും കാര്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. വേദന വന്നു, നോർമൽ ഡെലിവറിക്കുള്ള വേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എൻ്റെ ആ ഒരു സി സെക്ഷൻ വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ 31-ാം തീയതിയാണ് കേട്ടോ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 31-ാം തീയതി എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 31-ാം തീയതി രാവിലെ ഞാനും ഏട്ടനും കൂടി രാവിലെ പോയി ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി. അന്ന് രാവിലെ തന്നെ അവിടെ അഡ്മിറ്റായി. വൈകുന്നേരം ആയപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വിളിക്കുമല്ലോ. അതിനുശേഷം രാത്രി ഒരു 8:30 ആയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വേദന ഇങ്ങനെ വരാൻ തോന്നി. അവരൊരു ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു 1-ാം തീയതി രാവിലെ 8 മണിക്കാണ് ഓപ്പറേഷൻ വരുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. 8 മണിക്ക് ഓപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ 5 മണിക്ക് അവർ വന്നിട്ട് വയറ് കഴുകും. പിന്നെ അപ്പോഴേക്കൊക്കെ റെഡിയായിട്ട് നിൽക്കണം. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 8 മണിക്കല്ലേ ഓപ്പറേഷൻ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം എന്നോട് ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. രാത്രി 10 മണിക്ക് ശേഷം എന്നോട് ഒരു ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 10 മണി വരേക്ക് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. എന്ന് വെച്ച് ഓവറായിട്ട് കഴിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 8:30-ക്ക് ഞാൻ ചോറ് കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് രാത്രി 10 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വയറുവേദന ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിന് കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു വയറുവേദന വരാറുള്ളതാണ്. അപ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ കുറേ ഒരു അരമണിക്കൂറോളൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെയും നല്ല വയറുവേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയറുവേദനയുടെ ഇത് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇടവിട്ട് ഇങ്ങനെ വയറുവേദന ഒരു വയറുവേദന കൊണ്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് വയറുവേദന ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. പക്ഷെ ആ വയറുവേദനയുടെ ശക്തി കൂടാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് എന്നെ വീണ്ടും ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പം ഞാൻ ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ ലേബർ റൂമിൽ പോയി നോക്കുമ്പോൾ ഞാൻ അവിടെ സിസ്റ്ററോട് പറഞ്ഞു, നേഴ്സിനോട് പറഞ്ഞു ഞാൻ എനിക്കിങ്ങനെ വയറുവേദനിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ വയറുവേദനയ്ക്ക് അവർ ചെക്ക് ചെയ്തപ്പോൾ കിടക്കാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് അവർ തൊട്ട് നോക്കുമ്പോൾ അവർക്ക് എന്തോ നോർമൽ ഡെലിവറിക്കുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വേഗം എത്രയും പെട്ടെന്ന് PV ചെക്ക് ചെയ്യാൻ പറഞ്ഞു. PV ചെക്ക് ചെയ്തപ്പോഴും ഇങ്ങനെ സംഭവം മനസ്സിലായി. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളൊരു വയറുവേദനയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് ആദ്യത്തെ എൻ്റെ സി സെക്ഷനായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടാമത്തെ നോർമൽ ഡെലിവറിക്ക് പറ്റില്ല. കാരണം അത് റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് അന്ന് രാത്രി തന്നെ ഒരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. 11:30 ആയിട്ടുണ്ടാവും. ആ സമയത്താണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ 8:30-ക്ക് ഭക്ഷണം കഴിച്ചതാണ്. നമ്മൾ ഈ അനസ്തേഷ്യയൊക്കെ കുത്തിവെക്കുമ്പോൾ ഒരു 6 മണിക്കൂർ മുൻപായിരിക്കാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് തരിപ്പ് വരില്ലിരിക്കോ, എന്താവും സ്ഥിതി എന്നൊന്നും അറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവളും ആശ്വസിപ്പിച്ചു. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞാൻ പോയി. ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം
നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് അനസ്തേഷ്യ കുത്തിവയ്ക്കും ആ ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര സമയമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്നിട്ട് ചേച്ചിയോട് വന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് 3 മണിക്കൂർ ആയിട്ടുള്ളൂ, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമ്മതമാണോ എന്ന് ചോദിച്ചു. ചേച്ചി സമ്മതമാണ് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാൻ അവിടെ കയറി കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മയക്ക് ഡോക്ടർ വന്നപ്പോൾ ഞാൻ മയക്ക് ഡോക്ടറെ സൂചി വെക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചെരിച്ച് എടുത്തിട്ട് സൂചിയൊക്കെ വെച്ചു. സൂചി വയ്ക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ എനിക്ക് ഫസ്റ്റത്തെ സിസേറിയൻ്റെ ആ ഒരു വേദന എനിക്ക് അത്ര ഒരു വേദന ഉണ്ടായില്ല. പക്ഷെ രണ്ടാമത്തെ ഈ ഒരു മയക്ക് സൂചി എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തരിപ്പ് വരുന്നുണ്ടോ ചോദിച്ചു, കാലിലൂടെ പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ടൊരു തരിപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് തരിപ്പ് കയറി വരുന്നുണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ എനിക്കിങ്ങനെ തോന്നി. പിന്നെ ഇങ്ങനെ ഡോക്ടർ അവിടെ നമ്മുടെ കാലിലൊക്കെ തൊട്ടിട്ട് അവിടെ തൊടുന്ന അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ സത്യത്തിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എവിടെ തൊടുന്നത് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ശരീരത്തിൽ മേലെ കയ്യിലൊക്കെ പിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അറിയുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ താഴെ പിച്ചൊന്നും നമ്മളെ കാലിലൊക്കെ നമ്മളെ നുള്ളി നോക്കുന്നതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ഞാനെല്ലാം എനിക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ സംസാരിക്കുന്നതും എല്ലാം എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ 3 മണിക്കൂർ ആയതുകൊണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 3 മണിക്കൂർ ആയതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ, കുഞ്ഞിനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതോട് കൂടിയിട്ട് ഞാൻ പ്രസവം നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സി സെക്ഷൻ കഴിഞ്ഞു. ആൺകുട്ടിയാണ് ജനിച്ചത്. ഇപ്പം ആൺകുട്ടി കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു, രാജേശ്വരി ആൺകുട്ടിയാണ്, പ്രസവം നിർത്തണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം ഇനി 3ാമതൊരു ഓപ്പറേഷൻ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ നിർത്തണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ നിർത്തി. ഈ ഒരു പ്രസവത്തിൽ ഞാൻ എന്തായാലും അത് നിർത്തി. പിന്നെ ആൺകുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞിനെയൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കരച്ചിട്ടൊക്കെ ഒരു കുട്ടീനെ എടുക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടീനെ എടുക്കുന്ന അറിയുന്നുണ്ടല്ല. കുട്ടീനെ അവരെന്തൊക്കെയോ ചെയ്യും. നമുക്കൊരു മന്ദപ്പ് പോലെ ആയിരിക്കും നമ്മുടെ ശരീരം. എന്താ പറയുക, നമുക്ക് വേദന ഉണ്ടാവില്ല, പക്ഷെ എന്തൊക്കെയൊക്കെയോ അവിടെ ഇങ്ങനെ ഒരു ഇത് അറിയുന്നുണ്ടാവും. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ആ കുട്ടീനെ എടുത്ത വഴിക്കുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെയൊക്കെ അവരെനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ട് കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ആ കുഞ്ഞിനെയൊക്കെ ഞാൻ നന്നായി തൊട്ട് നോക്കി. പിന്നെ അതിന് ശേഷം പിന്നെ എന്നെ വേറൊരു റൂമിലേക്ക് മാറ്റി. കുഞ്ഞിനെ അവർ വാർഡിലേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാർഡിലേക്ക് അങ്ങനെ കുഞ്ഞിനെയും അവരെയൊക്കെ വാർഡിലേക്ക് അങ്ങോട്ട് ആക്കി. പിന്നെ അതിന് ശേഷം പിന്നെ 3 മണിക്കൂറിന് ശേഷമാണ് എന്നെ വാർഡിലേക്ക് മാറ്റിയത് കേട്ടോ. എന്നെ വാർഡിലേക്ക് മാറ്റി. അപ്പോഴേക്കും എനിക്ക് തരിപ്പൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ രാവിലെ 1-ാം തീയതി 8 മണിക്ക് കഴിയേണ്ട പ്രസവമായിരുന്നു. അന്ന് 31-ാം തീയതി 12:25 ആകുമ്പോഴേക്കും എൻ്റെ ഡെലിവറി അവനെ എടുത്തു കഴിഞ്ഞു. പിന്നെ അത് ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോഴേക്കും 1-ാം തീയതി ആയി ഓപ്പറേഷൻ. ഇതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസമായി. എന്തായാലും അവൻ്റെ ജനനത്തീയതി 1-ാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിനെ പുറത്തെടുത്ത് 12:25-നാണ്. പക്ഷേ അതിൻ്റെ ജനനത്തീയതിയും കാര്യങ്ങളൊക്കെ വരും 12 മണി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഓഗസ്റ്റ് 1-നാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ പ്രഗ്നൻസിയിലെ സ്റ്റോറി. അപ്പോൾ ഇനി വാർഡിലെ വിശേഷങ്ങൾ വേറെ ഉണ്ട്.
അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പ്രസവിച്ചത്. അവിടുത്തെ എനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.